ഇത് തന്നെയാണ് രുക്മിണി സ്വയംവരത്തിലും കാണാം. ആ ഉറച്ച തീരുമാനമാണ്. രുക്മിണി ദേവി എന്താണ് പറയുന്നത്? ആ പ്രസിദ്ധമായിട്ടുള്ള പ്രേമലേഖനത്തില് അവസാനം പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് എന്നെ കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അങ്ങേക്ക് വരാൻ സാധിക്കില്ല, അതിനുള്ള സുഹൃതം എനിക്കില്ല എന്നാണ് അങ്ങയുടെ തീരുമാനം എന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ഈ ജീവൻ ഞാൻ ഇവിടെ ഒടുക്കിയിട്ട് ശതജന്മഭിസ്യാൽ എന്നാണ്, 100 ജന്മം എടുക്കേണ്ടി വന്നാലും ശരി ഞാൻ അങ്ങയുടെ പാദത്തിലേക്ക് തന്നെ എത്തിച്ചേരും. എനിക്ക് ചേരണേ എന്നല്ല അവിടെ പ്രാർത്ഥിക്കുന്നത്, ഞാൻ എത്തിച്ചേരും എന്നുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ മുൻപില് ഭഗവാന് തോൽക്കാതെ പറ്റില്ല. ഭഗവാൻ അവിടെ പിന്നെ ഇരിക്കപ്പുറത്തില്ല. ബ്രാഹ്മണനോട് പറയുന്നുണ്ട്, പുറപ്പെടുക ബ്രാഹ്മണ, ഇനി എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം ആ രുക്മിണിയുടെ ഭക്തിയുടെ മുൻപിലാണ്, ഒരു കാമം കൊണ്ടോ പ്രേമം കൊണ്ടോ ഒന്നുമല്ല ഭഗവാൻ അവിടെ പുറപ്പെടുന്നത്. നമ്മൾ ഓരോ സന്ദർഭത്തിലും അത് കാണുന്ന സമയത്ത് ഗോപികമാരുടെ നേർക്കായാലും ഇനി അനേകം വിവാഹങ്ങൾ കാണുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു തെറ്റിദ്ധാരണ വരാം. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ലമ്പടൻ എന്നുള്ള ഭാവത്തിൽ കാണിക്കുന്ന പല ചിത്രീകരണങ്ങളും ഉണ്ട്. ഒരിക്കലും ഇല്ല. ദേഹത്തിനെ അല്ല ഭഗവാൻ നോക്കുന്നത്, ദേഹിയെ മാത്രമാണ്. ദേഹിക്ക് സ്ത്രീ പുരുഷൻ എന്നുള്ള ഭാവഭേദമില്ല. ആ ദേഹിയെ മാത്രമാണ് ഭഗവാൻ നോക്കുന്നത്. ആ ദേഹിയിലുള്ള ഭക്തിയെ മാത്രമാണ് ഭഗവാൻ നോക്കുന്നത്. അതുണ്ടോ, എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് ഭഗവാൻ പോകും. ഭഗവാൻ ഇരിക്കാൻ പറ്റില്ല. അതന്നെയാണ് വീണ്ടും പറയുന്നത്, അഹം ഋഷേ നനു ഭക്തദാസ. അതാണ് 33ാമത്തെ ദശകത്തിൽ പറയുന്നത്, ഞാൻ ഭക്തന്റെ ദാസനാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല. അംബരീഷന്റെ കയ്യിലാണ് സുദർശന ചക്രം എന്ന് പറയുമ്പോ പറയാണ്, എനിക്ക് സുദർശനത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്, ഞാൻ തന്നെ ഭക്തന്റെ കൺട്രോളാണ്. പിന്നെ ഞാൻ എങ്ങനെ സുദർശനത്തിനെ കൺട്രോൾ ചെയ്യാം? അതാണ് ചോദ്യം. അപ്പോ അങ്ങനെയുള്ള ഭഗവാനെ അജിതൻ എന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഭഗവാൻ പറയുന്നു, ഞാൻ പരാജിതനാണ്, ഞാൻ അജിതനല്ല. അജിതൻ ആരുടെ മുൻപിലാണ്? മറ്റുള്ള ലോകത്തിന്റെ ഒക്കെ മുന്നിൽ ഞാൻ അജിതനാണ്, പക്ഷെ എന്റെ ഭക്തരുടെ മുന്നിൽ ഞാൻ പരാജിതനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ ആ കഥകള്, ആ അനേകം ദശകങ്ങളിലായിക്കൊണ്ട് മെൽപ്പത്തൂർ ഇവിടെ സമർപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ഈ നാരായണീയം, അതാണ് നമ്മളിവിടെ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലെ. ഇത്രയും നേരം നമുക്കതിന് സാധിച്ചത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ഇനി അങ്ങോട്ടും നമുക്കതിനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന വിഷയം എന്നൊന്നും മനസ്സിൽ ചിന്തിച്ചിട്ടല്ല തുടങ്ങിയത്. ഏത് വിഷയമാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ എനിക്കും പറയാനറിയില്ല, അറിയില്ല. പക്ഷെ ഭഗവാൻ തോന്നിച്ച പോലെ എന്തോ പറഞ്ഞു എന്ന് മാത്രം. എല്ലാവരും അനുഗ്രഹിച്ചു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് അഞ്ജലി.